വിജയുടെ മോനായിട്ടാണ്. ഏത് വിജയ്? ഏത് വിജയ്? തലപതി വിജയോ? വിജയുടെ മോനോ? ആ, അവർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയില്ല? ഇല്ലില്ല, കാണാൻ സാമ്യമുള്ളതുകൊണ്ട്. എടാ മാത്യു തോമസേ, വീട്ടിലെ അച്ഛനെ അമ്മേനെ നീ പേരാണ് വിളിക്കുക? വിജയിന്ന്, വിജയണ്ണനൊക്കെ വിജയിന്ന്. എടാ ഒരു ബഹുമാനം കൊടുക്ക്. അല്ല, പുള്ളീന്റെ സിനിമ ലിയോയില് നീ പുള്ളീന്റെ അപ്പനായിട്ടാണോ അഭിനയിച്ചത്? അല്ലെങ്കിൽ പുള്ളീന്റെ കമ്പനിക്കാരനായിട്ടാണോ അഭിനയിച്ചത്? അനിയനായിട്ടാണ് പുള്ളി നിന്റെ കൂടെ അഭിനയിച്ചത്? നീ പുള്ളീന്റെ മകനായിട്ടല്ല അഭിനയിച്ചത്. അപ്പൊ അതിന്റെ ഒരു റെസ്പെക്ട് കൊടുക്കണ്ടേ? മുതിർന്നവരെയൊക്കെ ബഹുമാനിക്ക്. നിന്നെക്കാട്ട് എത്ര വയസ്സിന് മൂപ്പുണ്ട്. ഇന്ത്യൻ സിനിമയിലെ ഒരു ഇതിഹാസമാണ് അദ്ദേഹം. ആർക്കും ഇല്ലാത്ത ഫാൻസാണ് പുള്ളിക്ക്. നിന്നെ പഞ്ഞിക്കിടണ്ട. എന്റെ മുന്നിൽ പറഞ്ഞ നിന്റെ ചെകിട ഞാൻ അടിച്ചു പൊളിക്കേനി. പക്ഷെ നിനക്ക് പഠിപ്പോളൂ, വിവരമില്ല, വേറെ കാര്യം. അപ്പോട്ടെ, എന്തായാലും മാത്യു കുറച്ച് ബഹുമാനം കൊടുക്കട്ടോ. നീ വേണം ഇങ്ങനെ വിളിച്ചോ. വിജയണ്ണ വിളിക്കാൻ പറ്റില്ലേ? വിജയേട്ടൻ, വിജയ് മാമൻ, വിജയ് അങ്കിൾ, ഇതൊക്കെ വിളിച്ചാ പോരെ? സത്യം പറഞ്ഞ വളരെ മോശട്ടോ. ഇങ്ങനെയല്ല ഇത് ഇവിടുത്തെ പഠിപ്പ. ഞാനൊക്കെ മുതിർന്ന ആൾക്കാരെ ബഹുമാനിക്കും. ഏട്ടാ ഇങ്ങനെയൊക്കെ വിളിക്കുക, അതല്ലേ വിജയണ്ണ? സത്യം പറഞ്ഞാല് ഒരു കാര്യം കൂടി, ലിയോ സിനിമ എനിക്കാണ് കിട്ടണ്ടേ വിജയണ്ണന്റെ മകനായിട്ട്. ഇവന് ഞാൻ ഒരുമിച്ചാണ് ഓഡീഷന് പോയത്. പക്ഷെ എനിക്ക് കിട്ടിയില്ല, ഇവന് കിട്ടി. കുഴപ്പമില്ല. എന്തായാലും വിഷമമൊന്നുമില്ല. എന്തായാലും നീ നന്നായി വരണം, അത്രേ ഉള്ളൂ. എന്തായാലും ഇനി ആവർത്തിച്ച ഇനി നീ വിജയ് എന്നുള്ള വാക്ക് കാരണം നിന്നെ അടിക്കും, ഉറപ്പാ മാത്യു. ചെപ്പ നോക്കി അടിക്കും.